ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു വീക്കെൻഡ് ആയിട്ട് പോലും എന്നത്തെക്കാട്ടിലും നേരത്തെ നീക്കേണ്ടി വന്നൊരു ദിവസമാണ്. ഇന്ന് രണ്ടുപേർക്കും ഒരു സ്പോർട്സ് ഇവന്റ് ഉണ്ടായിരുന്നു. ദൂരത്തുള്ള ഒരു വില്ലയിൽ വെച്ചിട്ടാണ്. പാരന്റ്സിന്റെ കൂടെ വരുന്ന കുട്ടികളോട് അവിടേക്ക് നേരത്തെ എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ശരിക്കും ഇന്നലെ രാത്രി തന്നെ ഇതൊക്കെ ചെയ്തു വെക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ കഴിഞ്ഞില്ല. പിന്നെ നേരത്തെ നീച്ച് ചെയ്തു വെക്കാല്ലാതെ വേറെ നിവൃത്തിയില്ല. രാവിലെ ഇങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ, പണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് PCM, IAME എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സാം ഇയർലി വൺസ് ഉണ്ടാകും. ആ എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. രാവിലെ നീക്കുക, പുതിയ പെൻസിൽ ബോക്സ്, പിന്നെ ഒരു ഒറ്റ ദിവസം കൊണ്ടുപോകാത്തൊരു പുതിയ കൈൻഡ് ഓഫ് സ്നാക്സ്, അങ്ങനെയൊക്കെയാണ് അന്ന് കൊണ്ടുപോകുക. ആ ഒരു ഓർമ്മകളൊക്കെയാണ് കേട്ടോ പെട്ടെന്ന് ഇത് പാക്ക് ചെയ്യുമ്പോൾ. കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷനിൽ സ്നാക്കും ജ്യൂസും മാത്രം അവർ കൊണ്ടുവന്നാൽ മതി. മെയിൻ ഫുഡും വാട്ടറും ഒക്കെ അവിടെ തന്നെ അവൈലബിൾ ആണ്. ഞാൻ രണ്ടുപേരുടെ ബോക്സിലും കുറച്ച് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, അവരുടെ യൂഷ്വൽ സ്നാക്ക് ബോക്സ് ഒക്കെ മാറ്റിയിട്ട്. കാരണം ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു യൂഷ്വൽ ക്ലാസ് റൂം സ്റ്റുഡൻസ് മാത്രമല്ലല്ലോ ഉണ്ടാവുക, എല്ലാവരും ഒന്നിച്ച് ഒരു ഗ്രൗണ്ടിലും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികം വെച്ചിട്ടുള്ളത്. ഇൻസ്ട്രക്ഷനിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ പെയർ ഡ്രസ്സും പിന്നെ സൺഗ്ലാസും ക്യാപ്പും കൂടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് രണ്ടാളും നല്ല ആവേശത്തിലാണ്. പ്രോഗ്രാം രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നൈറ്റ് വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചാൽ അവിടെ സ്റ്റേ ചെയ്യാമെന്നാണ്. പിന്നെ അവിടേക്ക് എത്താൻ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ അത്രയും നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വീക്കെൻഡിൽ ചെയ്ത് വെക്കാറുള്ള കുറേ കാര്യങ്ങൾ പെൻഡിങ് ആയി കിടക്കുമെന്ന് തോന്നിയതുകൊണ്ട് അവിടെ ആക്കി കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് പോന്നിരിക്കുകയാണ്. രണ്ടാളും നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. തിരിച്ചു വരുമ്പോൾ ഒരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഒരു ദിവസം മുഴുവനൊക്കെ അങ്ങനെ അവരിങ്ങനെ മാറി നിൽക്കുന്ന പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് വൈകുന്നേരം ആയി കിട്ടുന്നില്ലായിരുന്നു. എന്തായാലും തിരിച്ചു പോയപ്പോൾ ഒരുപാട് സന്തോഷം. രണ്ടാളെ കയ്യിൽ കൈ നിറയെ സമ്മാനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ.